ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ ഓരോ നിമിഷവും തീരുമാനങ്ങൾ എടുത്തോണ്ടേയിരിക്കുകയാണല്ലേ? പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാന്ന്? ഇതിനൊരു ശാസ്ത്രമുണ്ടോ? അതെ, അതുതന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡെസിഷൻ മേക്കിംഗ് എന്നതിന്റെ പിന്നിലെ ശാസ്ത്രം. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളൊരു തീരുമാനമെടുക്കും. കാപ്പി വേണോ അതോ ചായ വേണോ? ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷേ അവിടെ തുടങ്ങി കരിയറിലെ വലിയ മാറ്റങ്ങൾ വരെ നമ്മുടെ ജീവിതം മുഴുവനും ഇതുപോലുള്ള തിരഞ്ഞെടുപ്പുകളാണ്. ഈ ഓരോ ചെറിയ തീരുമാനം പോലും നമ്മുടെ ഒരു ദിവസത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളിൽ പലരും വിചാരിക്കുന്നത് തീരുമാനമെടുക്കാനുള്ള കഴിവ് ജന്മനാ കിട്ടുന്ന ഒന്നാണെന്നാണ്. എന്നാൽ സത്യത്തിൽ അതൊരു കലയും ശാസ്ത്രവുമാണ്. അതായത് നമുക്ക് പഠിക്കാനും മെച്ചപ്പെടുത്താനും കഴിയുന്ന ഒരു കഴിവ്. അപ്പോ ഈ ഒരാശയമാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ ഡിസിഷൻ മേക്കിംഗ്? വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മുന്നിലുള്ള പല വഴികളിൽ നിന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്കെത്താൻ ഏറ്റവും നല്ലത് ഏതാണോ അത് തിരഞ്ഞെടുക്കുന്നൊരു പ്രോസസ്സാണിത്. പ്രത്യേകിച്ചും ബിസിനസ് ലോകത്തൊക്കെ ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരൊറ്റ തീരുമാനം മതി ഒരു കമ്പനിയുടെ തലവര മാറ്റാൻ. ഈ സ്ലൈഡിൽ കാണുന്ന ഉദ്ധരണി ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതിന്റെ കാതൽ എന്ന് പറയുന്നത് തന്നെ ഈ തീരുമാനമെടുക്കലാണ്. ഒരു മാനേജർ എത്രത്തോളം വിജയിക്കുന്നു എന്നത് അവരെടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ എല്ലാ തീരുമാനങ്ങളും ഒരുപോലെയാണോ? അല്ല. ചിലത് വളരെ സിമ്പിളാണ്, എന്നാൽ മറ്റു ചിലത് ഭയങ്കര കോംപ്ലക്സ് ആണ്. ഇതിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? അപ്പോ ഇതാണ് ആ രണ്ട് തരം തീരുമാനങ്ങൾ. ആദ്യത്തേത് പ്രോഗ്രാംഡ് ഡിസിഷൻസ്. പേര് പോലെ തന്നെ ഇതൊരു പ്രോഗ്രാം ചെയ്ത പോലെയാണ്. അതായത് സ്ഥിരമായി ചെയ്യുന്ന റുട്ടീൻ കാര്യങ്ങൾ. ഇതിന് കൃത്യമായ നിയമങ്ങളും റൂൾസുമൊക്കെ ഉണ്ടാകും. ഉദാഹരണത്തിന്, ഒരു കടയിൽ സ്റ്റോക്ക് തീരാറാകുമ്പോൾ പുതിയത് ഓർഡർ ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തേത് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. അത് നേരെ തിരിച്ചാണ്. മുൻപ് പരിചയമില്ലാത്ത പുതിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇത് വേണ്ടിവരുന്നത്. ഒരു കമ്പനി പുതിയൊരു രാജ്യത്ത് ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്നത് പോലെ. അതിന് കൃത്യമായ റൂൾസൊന്നും ഉണ്ടാവില്ല. നല്ലപോലെ ആലോചിച്ച് ഒരുപക്ഷെ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യേണ്ടി വരും. ഒരു തീരുമാനമെടുക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. ചിലപ്പോൾ ഇത് പുസ്തകങ്ങളിലൊക്കെ മാത്രമേ കാണാറുള്ളൂ. എന്നാലും ഒരു പ്രശ്നത്തെ എങ്ങനെ ഘട്ടം ഘട്ടമായി സമീപിക്കാമെന്ന് ഇത് നമ്മളെ പഠിപ്പിക്കും. ഇതിനെയാണ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. നോക്കൂ, ഇതിലെ ഓരോ സ്റ്റെപ്പും എത്ര ലോജിക്കലാണെന്ന്. ആദ്യം പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. പിന്നെ എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം സാധ്യമായ എല്ലാ വഴികളും നോക്കി അവയെല്ലാം വിലയിരുത്തി ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് തിരഞ്ഞെടുക്കുന്നു. ഇത് പൂർണ്ണമായും ഡേറ്റയെയും വസ്തുതകളെയും മാത്രം ആശ്രയിച്ചുള്ള ഒരു മാതൃകയാണ്. ശരി, നമ്മളിപ്പോൾ കണ്ട ആ മോഡൽ ഗംഭീരമാണ്, അല്ലേ? എല്ലാം കൃത്യം. പക്ഷെ ഒരു ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ തലച്ചോറ് എപ്പോഴും ഇത്രയും ഓർഡറിലാണ് പ്രവർത്തിക്കുന്നത്? ജീവിതത്തിലെ ടെൻഷനിടയിൽ ഇത്രയും സ്റ്റെപ്പുകളൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ നമുക്കെപ്പോഴും പറ്റാറുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മനുഷ്യന്റെ തലച്ചോറ് യഥാർത്ഥത്തിൽ റിയൽ ലൈഫിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് നോക്കാൻ പോവാണ്. ഇവിടെയാണ് ഹെർബർട്ട് എ സൈമൺ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ തിയറികൾക്ക് വലിയ പ്രാധാന്യം വരുന്നത്. ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന ഈ ആശയം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഏറ്റവും നല്ല, ഏറ്റവും ലോജിക്കലായ തീരുമാനമെടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾക്കും ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവിനും പിന്നെ സമയത്തിനുമൊക്കെ ഒരു പരിധിയുണ്ട്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്നത്. സൈമൺ പറഞ്ഞ ഈ വാക്കുകൾ ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന ആശയത്തിന്റെ എല്ലാം സത്തയാണ്. നമ്മളാരും സൂപ്പർ കമ്പ്യൂട്ടറുകളല്ല, അല്ലേ? നമുക്ക് നമ്മുടേതായ പരിമിതികളുണ്ട്. ആ പരിമിതികളെ അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ തീരുമാനമെടുക്കലിനെ മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് ഈ പരിമിതികൾ? 1. നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള മുഴുവൻ വിവരങ്ങളും എപ്പോഴും കിട്ടണമെന്നില്ല. 2. കിട്ടിയ വിവരങ്ങളെല്ലാം ഒരുപോലെ വിശകലനം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ തലച്ചോറിന് ഒരുപക്ഷേ ഉണ്ടാകില്ല. 3. പലപ്പോഴും വളരെ കുറഞ്ഞ സമയം കൊണ്ടായിരിക്കും നമുക്കൊരു തീരുമാനമെടുക്കേണ്ടി വരിക. പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ഇമോഷൻസ്, അത് പലപ്പോഴും നമ്മുടെ ലോജിക്കിനെ മറികടക്കും. അപ്പോ ഈ പരിമിതികൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് സാറ്റിസ്ഫൈസിംഗ് എന്നൊരാശയം വരുന്നത്. സംഭവം സിമ്പിളാണ്.
നമ്മളൊരിക്കലും ഏറ്റവും പെർഫെക്റ്റായ 100-100 മാർക്കുള്ള ഒരു സൊല്യൂഷന് വേണ്ടി തപ്പി നടക്കാറില്ല. പകരം ഇത് മതി, ഇതെന്റെ ആവശ്യം നടക്കും എന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ കിട്ടിയാൽ നമ്മൾ അവിടെ നിർത്തും, അത് തെരഞ്ഞെടുക്കും. ഇതിന്റെ അർത്ഥം നമ്മൾ മടിയന്മാരാണെന്നല്ല കേട്ടോ, ഇത് വളരെ പ്രായോഗികമായൊരു കാര്യമാണ്. നമ്മുടെ തലച്ചോറ് ഇതുപോലുള്ള സങ്കീർണമായ സാഹചര്യങ്ങളെ നേരിടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സൂത്രപ്പണിയാണ് ഹ്യൂറിസ്റ്റിക്സ്, അതായത് ചില കുറുക്കുവഴികൾ, നമ്മുടെ പഴയ അനുഭവങ്ങളിൽ നിന്നൊക്കെ പഠിച്ച ചില എളുപ്പവഴികൾ. ഉദാഹരണത്തിന്, വില കൂടിയാൽ ക്വാളിറ്റി കൂടും എന്നൊക്കെയുള്ള നമ്മുടെ ഒരു ചിന്തയില്ലേ, അതൊരു ഹ്യൂറിസ്റ്റിക്കാണ്. ഇത് തീരുമാനങ്ങൾ വേഗത്തിലാക്കാൻ നമ്മളെ സഹായിക്കും. പക്ഷെ സൂക്ഷിക്കണം, ചിലപ്പോഴിത് നമ്മളെ തെറ്റായ നിഗമനങ്ങളിലേക്കും എത്തിച്ചേക്കാം. ശരി, അപ്പൊ നമ്മൾ ഈ തിയറികളൊക്കെ പഠിച്ചു. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തു പ്രയോജനമുണ്ട്? എങ്ങനെ നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം? നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ആ പെർഫെക്റ്റ് മോഡലുണ്ടല്ലോ, അത് പലപ്പോഴും ഒരു ലക്ഷ്യം മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. ഏറ്റവും പ്രധാനം, നമ്മുടെ പരിമിതികളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യം വേണം. നമ്മുടെ തലച്ചോറ് ഇത്തരം കുറുക്കുവഴികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് മികച്ച തീരുമാനങ്ങളിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോ ഈ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തില് നിങ്ങൾ അടുത്തിടെ എടുത്ത ഏതെങ്കിലും ഒരു തീരുമാനത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കാൻ ഞാൻ നിങ്ങളോട് പറയാണ്. ഒരുപക്ഷേ നിങ്ങൾ ആ തീരുമാനമെടുത്തത് എല്ലാ വിവരങ്ങളും നോക്കിയിട്ടായിരുന്നില്ല, മറിച്ച് ഏതെങ്കിലും ഒരു എളുപ്പവഴിയിലൂടെ ആയിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ അടുത്ത തവണ കാണാം. നന്ദി.